എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബെസ്റ്റ് 5 അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പറ്റിയ സ്റ്റോക്കുകളാണ്. അപ്പൊ ഈ സ്റ്റോക്കുകളൊക്കെ 70% വരെ നേട്ടം തരും എന്ന് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പൊ ആ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടാർഗറ്റ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകും. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക്, ആദ്യം ഈ ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി പിയേക്കാളും പി കുറവായിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇതെല്ലാം തന്നെ ലോങ് ടേമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം, നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. അതിൽ ഫസ്റ്റ് ഹെഡ്ജി ഇൻഫ്രാ എഞ്ചിനീയറിംഗ്, ഈ ഒരു സ്റ്റോക്കാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 583 റുപ്പീസിൽ ട്രേഡ് ചെയ്തു. അപ്പൊ ഇവര് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, അതായത് റോഡ്, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, കോൺട്രാക്ട് വർക്ക്സ് ഒക്കെ ലഭിക്കുന്ന ആ ഒരു കമ്പനിയാണ്. അപ്പൊ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 3798 ക്രോർസ്. പിന്നെ 52 വീക്ക് ഹൈയിൽ നിന്ന് നല്ലൊരു ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. പി നല്ല കുറവ് തന്നെയാണ്, 12.8. ഇൻഡസ്ട്രിക് വാല്യൂ എന്ന് പറയുന്നത് 1285. ആൻഡ് ഡിവിഡൻഡ് yielding 0.34% ഡിവിഡൻഡ് yielding നൽകുന്നുണ്ട്. ഇത് കോമ്പറ്റീറ്റേഴ്സിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. അഫ്കോഴ്സ് ഈ സ്റ്റോക്കിന് നെഗറ്റീവ്സും ഉണ്ട്, അപ്പൊ അതും കൂടി നോക്കിക്കൂടാ. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് ലാസ്റ്റ് 3 years ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. പക്ഷെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനേക്കാളും 1.16 ടൈം ട്രേഡ് ചെയ്യുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റെഡ്യൂസ് ആയത്, ഇതെല്ലാം ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഇതൊക്കെ തന്നെ ബെറ്റർ ആയി വരുന്നുണ്ട്. ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് കുഴപ്പമില്ല. പക്ഷെ FII ഹോൾഡിംഗ്സ് ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. DII ഹോൾഡിംഗ്സും റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലോങ് ടേമിനാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത്. 595, 560, 595, 600 ആ ഒരു റേഞ്ച് ടാർഗറ്റ്. പക്ഷെ JM ഫിനാൻഷ്യൽസ് ഈ ഒരു സ്റ്റോക്കിന് 980 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് 70% വളർച്ചാ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് വാരി എനർജി. ഓക്കെ, 3125 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്. 1990 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ സോളാർ PV മൊഡ്യൂൾസ്, അതുപോലെ സോളാർ മാനുഫാക്ചറിംഗിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. 0.06 ചെറിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ROC, ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് നോക്കാം. MK ഗ്ലോബൽ ആണ്, 4260 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 39% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഈ സ്റ്റോക്കിന് നെഗറ്റീവ്സ് ഒന്നും ഇല്ല, അത് തന്നെ ഒരു പോസിറ്റീവ് കാര്യം. പിന്നെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് ഗ്രോത്ത്, CAGR ഗ്രോത്ത് ലാസ്റ്റ് 5 years ആയിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 31.2. പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിൽ ഫസ്റ്റ് ലീഡിംഗിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് വാരി എനർജി. അവരുടെ FII ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. DII ഹോൾഡിംഗ്സും വർദ്ധിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്റ്റോക്കാണ് വാരി എനർജി. തേർഡ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആൽക്കം ലബോറട്ടറീസ്, ഈ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇപ്പൊ 5374 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഫാർമസ്യൂട്ടിക്കൽ, അതുപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ഫാർമ കമ്പനികൾ വരുന്ന സ്റ്റോക്കുകൾക്ക് എപ്പോഴും ഡിമാൻഡാണ്. ഫാർമ, FMCG ഒക്കെ. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്. ROC, ROE കുഴപ്പമില്ല. ഡിവിഡൻഡ് ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റിയും 0.15 ഉള്ളൂ. സോ ഈ ആൽക്കം ലബോറട്ടറീസിന്റെ ടാർഗറ്റ് ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 28% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ലോങ് ടേമിനാണ്. അപ്പൊ 6850 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവരുടെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 3 years ആയിട്ട് ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്, സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് എന്നാലും ഫാർമ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ലോങ് ടേമിന് നമുക്ക് ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. കാരണം FII ഹോൾഡിംഗ്സ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്.
പിന്നെ അതുപോലെ വാല്യുവേഷനും വലിയ കുഴപ്പമില്ല, അത് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 4408 റുപ്പീസിലാണ് ഇപ്പൊ കറന്റ് ട്രേഡ് ചെയ്യുന്നത്. പ്രഭുദാസ് ലീലാധർ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 21% വരും എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇവര് മാനുഫാക്ചർ ഓഫ് എയർക്രാഫ്റ്റ്, ഹെലികോപ്റ്റേഴ്സ്, ആ ഒരു അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന ഒരു ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത്. 4408 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. പ്രഭുദാസ് ലീലാധർ 21% വരും, അതായത് 5423 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്, ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ ഡെപ്റ്റ് 0 ആണ്, അതാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യണം. ഡെപ്റ്റ് ഇല്ലാത്ത ഒരു കമ്പനി കൂടിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 71.6 ഉണ്ട്. EPS 136. പിന്നെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയത് ഒരു നെഗറ്റീവ് ആണ്. പിന്നെ സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കാണും 7.18 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. ബട്ട് ഇതൊക്കെ ഉണ്ടായാലും ഇത് നമുക്ക് ലോങ് ടേമിനാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ എയറോസ്പേസ് ഡിഫൻസിൽ സെക്കൻഡ് ലീഡിംഗ് ആയിട്ട് വരുന്ന നല്ല ഒരു ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടേമിന് തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ബെറ്റർ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പിനാതി ഓർഗാനിക്സ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പിനാതി ഓർഗാനിക്സ് 1334 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇത് 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പൊ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇവര് സ്പെഷ്യാലിറ്റി ഓർഗാനിക് ഇന്റർമീഡിയറ്റ്സ് ആണ്. മോണോമസ് അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ് ഈ ഒരു സ്റ്റോക്കിന്. അതുപോലെ ഡിവിഡൻഡും ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ROC ROE കുഴപ്പമില്ല. ഡെപ്റ്റ് ഇക്വിറ്റി 0 ആണ്, അതാണ് ഇവരുടെ മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ്സ് ഒന്നും ഇല്ല, അതും ഒരു പോസിറ്റീവ് ആണ്. പിന്നെ കെമിക്കൽ സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന എന്നാൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ബെറ്റർ തന്നെയാണ്. അപ്പൊ ഈ ഒരു പിനാതി ഓർഗാനിക്സിന് മോത്തിലാൽ ഒസ്വാളാണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1700 വരെ പോകും, അതായത് 28% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 5 സ്റ്റോക്കുകളാണ് ഈ ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രി വാല്യൂവിൽ നിന്ന് കുറഞ്ഞ രീതിയിൽ അണ്ടർ വാല്യൂഡ് ആണ്. ലോങ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കാണ് ഇപ്പൊ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട്, ഇതിൽ നമ്മൾ പറയാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. പ്ലേലിസ്റ്റില് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് നമുക്ക് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ ടെലഗ്രാമിന്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ടെലഗ്രാം ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അല്ലെങ്കിലും അതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മൾ വീഡിയോസിൽ ചർച്ച ചെയ്യാം. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മളത് ടാലി ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.